ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മഞ്ജുശ്രീ കുക്കിംഗ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ചോക്ലേറ്റ് ബ്രൗണിയാണ്. ചോക്ലേറ്റ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിലുള്ള വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബ്രൗണി നിങ്ങൾക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതേപോലെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒരു ബൗൾ എടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കാം. അതിലേക്കിനി 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് പഞ്ചസാരയാണ്. പൊടിക്കാത്ത പഞ്ചസാര 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അൺസാൾട്ടഡ് ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉരുക്കിയിട്ടുള്ള ബട്ടർ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മൾ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ബട്ടർ നമ്മൾ അൺസാൾട്ടഡ് തന്നെ വേണം എടുക്കാനായിട്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എഗ്ഗ് പൊട്ടിച്ചൊഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടോട്ടൽ 2 എഗ്ഗ് എടുക്കുന്നുണ്ട്. ആദ്യം 1 എഗ്ഗ് ചേർത്തു, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം മാത്രം രണ്ടാമത്തെ എഗ്ഗ് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എഗ്ഗ് നന്നായി മിക്സ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിലേക്ക് അടുത്ത എഗ്ഗ് കൂടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ തന്നെ ഈ രണ്ടാമത്തെ എഗ്ഗിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എഗ്ഗിൻ്റെ സ്മെല്ല് വരാതിരിക്കാനാണ് ഇങ്ങനെ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം. നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. അവസാനമായി ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ കോഫി പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ബ്രൗണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ സ്ക്വയർ ഷേപ്പിലുള്ള ഒരു കേക്ക് ടിനാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിന് അടിയിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിന് മുകളിലായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകളിലും സൈഡിലും ഒക്കെ നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് സ്ക്വയർ ഉണ്ടെങ്കിൽ സ്ക്വയർ ടിന്നായിരിക്കും നല്ലത്, അല്ലെങ്കിൽ റൗണ്ട് ആയിട്ടുള്ള കേക്ക് ടിന്ന് നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ ചോക്ലേറ്റ് ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ട്. തണുത്ത ശേഷം ഞാനിത് അൺമോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല പെർഫെക്റ്റ് ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഷോപ്പിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണിത്. നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.